ഹായ് ഓൾ, വെൽക്കം ടു അവർ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മളും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായില്ല എന്താണെന്നുള്ളത്. വേറൊന്നുമല്ല, കപ്പ വേവിക്കുന്നത്. അതും പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ ഞങ്ങളുടെ സൈഡ് ഭാഗങ്ങളിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് എല്ലാവർക്കും കപ്പ, യങ്സ്റ്റേഴ്സിനെ മീൻസ് ഇപ്പോഴത്തെ ന്യൂ ജെന്നിനെ ഉദ്ദേശിച്ചാണ് ഞാൻ ബേസിക്കലി ഇത് ചെയ്യാനായിട്ട് ഞാൻ ചെയ്തപ്പോൾ അവരെ കൂടെ കാണിക്കാമെന്ന് ഉദ്ദേശിച്ച് ഇത് ചെയ്യുന്നത്. ജസ്റ്റ് കപ്പ പൊളിക്കുക, അത് ഒന്ന് വാഷ് ചെയ്യുക, എന്നിട്ട് കപ്പ ഇങ്ങനെ ചെറിയ ചെറിയ പീസിൽ ഇത് കട്ട് ചെയ്ത് എടുക്കുക. അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തേച്ച് വരട്ടെ. ഞാൻ കപ്പ ഇങ്ങനെ ചെറിയ പീസസ് ആക്കി എടുത്തത് ഏകദേശം 1.5 കിലോ കപ്പ ഉണ്ട്. അത് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തതാണിത്. അത് ഞാനിത് ചെയ്യാൻ പോകുന്നത് കുക്കറിനകത്താണ്. കുക്കറിനകത്ത് വെള്ളം നല്ലതായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് പതുക്കെ എന്താ പറയുന്നത്, ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ കാലും ഇച്ചിരൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഈ കട്ട് ചെയ്ത കപ്പ ഇടുക. സൂക്ഷിച്ചിടണേ, വെള്ളം തെറിച്ച് കയ്യിലും മുഖത്തും ഒന്നും വീഴരുത്. അപ്പോൾ ഇടുമ്പം സൂക്ഷിച്ച് ചെയ്യുക. കപ്പ ഇട്ടു. ഇത് വെള്ളം എപ്പോഴും ഈ കപ്പയ്ക്ക് മേളിൽ ഒരു 1 ഇഞ്ച് ഇതിൽ പൊങ്ങി നിൽക്കണം. ഉപ്പിച്ചിലൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഞാൻ നോക്കിയിട്ട് കുറവായിട്ട് തോന്നി, ഒരു അര ടീസ്പൂൺ കൂടി ഇടുകയാണ്. നന്നായിട്ട് ഇതിന് ശേഷം കുക്കർ അടയ്ക്കുക. അടച്ച് എത്ര വിസിൽ വരുമെന്ന് ഞാൻ ഇത് വന്ന 3 വിസിലെങ്കിലും മിനിമം വന്ന ശേഷം ഓപ്പൺ ആക്കിയിട്ട് പറയാം എത്ര വിസിൽ എടുത്തു ഞാൻ ഈ കപ്പ വേവിക്കാനായിട്ട്. പലർക്കും പല കപ്പയുടെ വേവ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് കപ്പ വേവിക്കുക. ഇങ്ങനെ കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് എന്തൊക്കെയാണ് ചേർക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഗ്രേറ്റഡ് കോക്കനട്ട് ഇതൊരു 1.5 കപ്പുണ്ട്. പിന്നെ ഒരു 7 ചെറിയ ഉള്ളി, അതുപോലെ ഒരു 5 നമ്പേഴ്സ് വെളുത്തുള്ളി, സ്വല്പം കറി ലീഫ്, ദെൻ മുക്കാൽ ടീസ്പൂൺ ജീരകം, 2 വറ്റൽമുളക്. ഞാൻ പച്ചമുളകിന് പകരം ഞാൻ കാന്താരിയാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ബൗളിനകത്ത് എടുത്തിട്ട് ഒത്തിരി നമ്മളങ്ങ് അരയ്ക്കരുത്. ചെറിയ തരിതരിപ്പോടെ അത് അരച്ചെടുക്കുക. നമുക്ക് നമ്മൾ കുക്കറിൽ വെച്ച കപ്പ വെന്തോ എന്ന് നമുക്ക് നോക്കാം. യെസ്, അത് വെന്തിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിത് 4 വിസിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സീവ് ചെയ്തെടുക്കാവേ. കപ്പ താണ്ട് സീവ് ചെയ്തെടുത്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഒരു പാത്രം, ഒരു കടായി എടുത്ത് വെച്ചു, അടുപ്പിൽ വെച്ചു. ഇതിനെ കുറച്ച് ഹാഫ് പോർഷന് ഇട്ടു. അതിനുശേഷം നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ടും മുളകും ചുമന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് കംപ്ലീറ്റ് അങ്ങ് എന്താ പറഞ്ഞത്, ഒത്തിരി അരഞ്ഞിട്ടില്ല, ഒരു തരിതരിപ്പോടെ അരച്ചത്. അത് ഇതിൻ്റെ മേളിലേക്ക് ഞാൻ ഇടുന്നേ.
ഒരു രണ്ട് കറി ലീഫ് ഇട്ടു. പിന്നെ ബാക്കിയുള്ളതായ ഈ കപ്പയുടെ ഇതിൻ്റെ മണ്ടയ്ക്ക് മുകളിലേക്ക് ഇടുക. ഇത് താഴെ കപ്പ് ഇട്ടു, അതിൻ്റെ മേളിൽ നമ്മൾ അരച്ച അരപ്പിട്ടു, പിന്നെ ബാക്കി ഹാഫ് പോർഷന് അതിൻ്റെ മേളിൽ വെച്ചു. അതിനുശേഷം ഈ അരച്ച അരപ്പ് ആ പട്ട് ചോ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തീ ഒരു സിമ്മിലിട്ടിട്ട് ഒരു 5 to 10 minutes ചെറുതീയിൽ അത് ഒന്ന് വേകട്ടെ. ഇപ്പോൾ 10 minutes എക്സാക്ട് 10 minutes കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കപ്പയും ഈ നമ്മൾ അരച്ച് വെച്ച കോക്കനട്ട് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ആ കോക്കനട്ടിൻ്റെ ഇതുമായിട്ട് അരച്ച തേങ്ങയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ 2 കാര്യം നമുക്ക് ചെയ്യാം. ഒന്നിൽ കടുക് താളിച്ച് നമുക്കിടാം. എണ്ണ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കടുക് പൊട്ടുക, ചെറിയ ഉള്ളി ഒരു 2 എണ്ണം അരിഞ്ഞ് അങ്ങനെ നമുക്ക് കടുക് താളിച്ചിടാം. ഞാൻ പക്ഷേ അത് അങ്ങനെ ചെയ്യുന്നില്ല. ഒന്ന് നമുക്ക് ടൈം സേവ് ചെയ്യാം, രണ്ടാമത് പിന്നെ കുറച്ചുകൂടി ഈസി പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ യങ് ജനറേഷന് വേണ്ടി ഞാനിത് ചെയ്തതാണെന്ന്. എന്നിട്ട് ഒരു കടുക് താളിക്കുന്നതായ എണ്ണ 2 ടേബിൾ സ്പൂണ് ഇതിൻ്റെ പുറത്ത് ഒഴിക്കുക. പിന്നെ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ഇങ്ങനെ കോക്കനട്ട് നമ്മൾ മീൻസ് തീ വെച്ച് കടുവറക്കാതെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്യുന്നത് ഹെൽത്ത് വൈസ് ഇതാണ് നല്ലത്. ഇങ്ങനെ പച്ച എണ്ണ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ഭാഗത്തെ, അപ്പോൾ ഏത് ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യ തിരുവിതാംകൂർ, മാവേലിക്കര ആ സൈഡിൽ ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിങ്ങളും ഇതെല്ലാം ഇതുപോലെ ട്രൈ ഔട്ട് ചെയ്യുക. ഞാനിത് നമ്മുടെ ആവശ്യത്തിന് ഇത് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കാണിക്കും. നമ്മുടെ കപ്പയും മീൻകറിയോ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്നതാണ്. കപ്പ റെഡിയായി. അപ്പോൾ ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് സേവ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വായിക്കകത്ത് നല്ല വെള്ളം വരുന്നുണ്ട് അല്ലേ? ശരി, ഇത് ട്രൈ ചെയ്യുക. താങ്ക് യു.